എല്ലാവരും പോയി. വന്ദനെ കുറ്റപ്പെടുത്തിയത് ഒരല്പം കടന്നു കൈയായി പോയത്. ആരുടെ കുത്തുവെപ്പും വന്ദന സഹിച്ചെന്നിരിക്കും. പക്ഷേ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ കുത്തുവെപ്പുകൾ അവൾക്ക് താങ്ങാനാകൂ? അവളെ ആശ്വസിപ്പിക്കണം. സാഗറേ, സാഗറേ, അല്ല ഇതാര്? പ്രകാശേട്ടനോ? കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. ഇരിക്കും. സാഗറവിടെ? പ്രകാശേട്ടൻ ഇപ്പോ കുറച്ച് കളർ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും പ്രോട്ടീൻ പൗഡറും ഒക്കെ അല്ലേ ആഹാരം. സാഗർ എവിടെ എന്നാ ചോദിച്ചത്? വന്ദനയ്ക്കും ദിയമോൾക്കും സുഖാണോ? എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. സാഗർ എവിടെയാണെന്നാ ചോദിച്ചത്? പ്രകാശ, ഞാനിവിടെ ഉണ്ട്. പ്രകാശ, കൂടെ ഒന്ന് ചതിക്കായിരുന്നു അല്ലേ? ഒരു കുഞ്ഞിനെ കൊന്നപ്പോ നിനക്കെന്ത് നേട്ടാടാ കിട്ടിയത്? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എനിക്ക്. ഉറക്കം വരുന്നില്ലെങ്കിലേ നല്ലൊരു ഫിസിഷ്യനെ കണ്ട് ഗുളിക വാങ്ങിക്കഴിക്കും. അല്ലാതെ വീട്ടിൽ കയറി വന്ന് പിച്ചും പേയും പറയരുത്. ഞാൻ തന്ന മരുന്നുകൊണ്ടാ ഹരിതയ്ക്ക് അബോർഷൻ സംഭവിച്ചതെന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരിതയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ പിടിപ്പേട് കൊണ്ട് സംഭവിച്ചതായിരിക്കും. രാഗി, ഹരിതയെ ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? ആ ഡോക്ടറെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുട്ടി ഉണ്ടാവാൻ ഞാനും ഒരുപാട് ചികിത്സ നടത്തിയതാ. കുറെ പണം പോയത് മാത്രം മിച്ചം. കേട്ടില്ലേ? ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് ഹരിതയുടെ അബോർഷന് കാരണം. ഇനി അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ വിശ്വസിച്ച് പ്രകാശം പോവാൻ നോക്കിയേ. പ്രകാശിന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. പ്രകാശിനിപ്പോ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓഹോ, അപ്പൊ ഈ അച്ഛയും കൂട്ടിപ്പിടിച്ച് ബോധപൂർവം എന്നെ ചതിക്കായിരുന്നു ഇല്ലടാ? ഇതേ ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിരിക്കും. നിന്നെ കൊണ്ടൊക്കെ സമാധാനം ഞാൻ പറയിപ്പിക്കും. അങ്ങനെ മനസാക്ഷിക്കുത്തുണ്ടാവേണ്ട ഒരു യോഗ്യതയും പ്രകാശിനില്ല. പരസ്യപ്പെടുത്തമെങ്കിൽ ആയിക്കോ. പലപ്പോഴായി എണ്ണി വാങ്ങിയ പണത്തിന്റെ കണക്ക് ഞാനും പരസ്യപ്പെടുത്തിയിരിക്കും. പിന്നെന്തായിരിക്കും ഈ പ്രകാശിന്റെ സ്റ്റാറ്റസ് എന്നറിയോ? വന്ദന, വന്ദന, ഞാൻ അവിടെ വന്ന് അങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് വന്ദനെ കുറ്റപ്പെടുത്താനല്ല. എനിക്കറിയാം വന്ദന ഒരിക്കലും ഇങ്ങനെയൊരു പാപം ചെയ്യില്ലെന്ന്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ പറ്റൂ. വേണ്ട, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആർക്കും
ഭാരവാതെ ഈ ലോകത്ത് തന്നെ പോയി തന്നെ. അവൻ തീയമോളെ കൂടി കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. വന്ദനെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് തെറ്റ് തന്നെയാ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിപ്പം നിന്നോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ച കാര്യങ്ങൾ വഷളാക്കിയില്ലായിരുന്നെങ്കിൽ ഇതിൽ ഉച്ചത്തിൽ അലറി പിടിച്ച് കരയുന്ന അച്ഛനും അമ്മയും വന്ദനയ്ക്ക് കാണേണ്ടി വന്നേനെ. ഡോക്യുമെന്റ്സ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ 2ാം ഗഡു പണമെടുക്കാൻ കഴിയുന്ന മാനേജർ പറഞ്ഞത്. ആ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകണം. ആ മനുഷ്യന്റെ ഒരു ആയുസിന്റെ സമ്പാദ്യ ആ വസ്തു. അതിന്റെ പ്രമാണം കൂടി കാണാനില്ലെന്നറിഞ്ഞാൽ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു വീഴും അദ്ദേഹം. പ്രമാണം തിരയുന്നതിനിടയിൽ നിന്നും മാധവനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാ ഞാൻ വന്ദനോട് പൊട്ടിത്തെറിച്ചത്. വന്ദനോട് ദേഷ്യപ്പെട്ടും വേണ്ടാത്തവർക്ക് വിളിച്ചു പറഞ്ഞും ഞാനൊരു സീനുണ്ടാക്കിയത്. സത്യം. ഹരിതയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദി വന്ദനയല്ലെന്ന് ആരേക്കാളും നന്നായിട്ട് അറിയാവുന്നവനെ ഞാൻ. ജഗൻ, എന്നാലും